പെങ്ങളുട്ടിക്ക് ഒരു വീട് എന്നുള്ള പദ്ധതിയാണ് സിജോയും സായും ബിഗ് ബോസിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും സ്നേഹം പെങ്ങളുട്ടിയുടെ അടുത്ത് ആങ്ങളമാർ കാണിക്കുമ്പോൾ അവിടെ പെങ്ങളുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ആങ്ങളമാരുടെ അടുത്ത് കാര്യമായിട്ടുള്ള സ്നേഹം ഒന്നും കാണുന്നില്ല. മറ്റുള്ളവർ ആരെങ്കിലും വന്ന് സിജോയെയും സായിയെയും കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിരിക്കുകയും അത് ശരിയാണ്, അവരെ ഞാൻ വിശ്വസിക്കുന്നില്ല, അവരങ്ങനെയാണ്, എനിക്കറിയാം എന്നവിടെ ഇരുന്ന് പറയുന്നതും കേൾക്കാം. പക്ഷേ സിജോയ്ക്കും സായിക്കും ഇതറിയില്ല കേട്ടോ. അതാണ് അവിടുത്തെ ബഹുക്ഷേമമായിട്ടുള്ള ഒരു രസം എന്ന് പറയുന്നത്. അവിടെ അഭിഷേക് വന്ന് പറയാറുണ്ട്, ജിൻഡോ വന്ന് പറയാറുണ്ട്, ഒക്കെ കേട്ട് രസിച്ചിരിക്കുന്ന പെങ്ങളുട്ടിനെ നന്ദനയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഇവർ ചെറിയ കാര്യം എന്തെങ്കിലും ചെയ്താൽ പോലും അതിനെ പിണങ്ങുന്ന നന്ദനയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കഴിഞ്ഞ ദിവസം രാത്രിയും അവിടെ മാലയിട്ട കാര്യത്തിന് ഞാനാണ് ഫസ്റ്റ് മാലയിട്ടത്, നിങ്ങളത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങിയിട്ട് എൻ്റെ അമ്മയാണേ ഇനി നിങ്ങളെടുത്ത് ഞാൻ മിണ്ടില്ല എന്നൊക്കെ സത്യം ചെയ്യുന്ന നന്ദനയെ നമ്മൾ ലൈവിൽ കണ്ടതാണ്. എന്നിട്ട് പിന്നെ അതൊക്കെ മാറിയിട്ട് വീണ്ടും സംസാരിച്ച് പിണക്കൊക്കെ മാറി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടെ സിജോയുമായിട്ട് പൊരിഞ്ഞ് അടിയൊക്കെ നടക്കുന്നുണ്ട് കിച്ചണിൽ. ഓൾറെഡി കിച്ചണിൽ പാത്രം കഴുകാനായിട്ട് അവിടെ നന്ദന മാത്രമേ ഉള്ളൂ, ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ആരും വരുന്നില്ല എന്നൊക്കെ ഒരു പരാതി ഉണ്ടായിരുന്നു. അതിന് സിജോ പിന്നെ വേറെ ആരൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. പക്ഷെ അതിൻ്റെ പേരിലാണോ എന്നറിയില്ല. എന്തായാലും പെങ്ങളൂട്ടിയും ആങ്ങളെയും വീണ്ടും തല്ലുകൂടുന്നുണ്ട്. എന്നെ പെണ്ണ് എന്ന് വിളിക്കരുത്, എനിക്ക് പേരുണ്ട്, എന്നെ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെണ്ണ് എന്ന് വിളിക്കുന്നത് മാണ് എന്ന് വിളിക്കുന്നത് ഒക്കെ ഇപ്പോൾ മൊത്തത്തിൽ പ്രശ്നങ്ങളാണല്ലോ. അല്ല, നന്ദൻ അവിടെ പറയുന്നത് അതാണ്. അല്ല, നന്ദൻ ഇതിലും മോശമായ വേർഡുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ഉപയോഗിച്ചിരുന്നു. ജിൻ്റെ അതൊന്നും വിളിക്കരുതെന്ന് എന്നിട്ട് വിലക്കുകയും ചെയ്തതാണ്. എന്നിട്ടാണ് പെണ്ണ് എന്ന് വിളിച്ചതിന് സിജോയുടെ അടുത്ത് കയറി ചൂടാവുന്നത്. എന്തായാലും സിജോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സിജോയും നല്ല ചൂടായിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പെങ്ങളുട്ടിയുടെ ഈ ക്യാരക്ടർ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ആങ്ങളമാർ ഇത്രയും കെയർ ചെയ്യുമ്പോൾ ചെറിയ കാര്യത്തിനൊക്കെ ഈ ആങ്ങളമാരുടെ അടുത്ത് എപ്പോഴും കയറി ഇങ്ങനെ ചൂടാവുന്നതും സംസാരിക്കുന്നതും പിണങ്ങുന്നതും ഇത്തിരി ബോറായിട്ട് തന്നെയാണ് തോന്നുന്നത്.